2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളുമുണ്ട്. ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കാനായിട്ട് സാധ്യതയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് 5 മണ്ഡലങ്ങൾ. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കാസർഗോഡ് ഇത്തവണ എന്ത് മാറ്റം സംഭവിക്കും, അതായത് BJP, UDF, LDF നിർണായകമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന കാസർഗോഡ് 5 നിയമസഭാ മണ്ഡലങ്ങളെന്ന് പറയുന്നത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം, കാസർഗോഡ് ഉദുമ, തൃക്കരിപ്പൂർ, അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട്, ഇവിടെയൊക്കെ തന്നെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടം വളരെ കടുത്തതായി നടക്കുന്ന മണ്ഡലങ്ങൾ കാസർഗോഡ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളായി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വലിയ അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം മഞ്ചേശ്വരം തന്നെ നോക്കാം. മഞ്ചേശ്വരത്ത് ഇത്തവണ വലിയ അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ മുസ്ലിം ലീഗ് MLA ആണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. പക്ഷേ അവിടെ തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ വിജയിക്കുന്നത് ആരായാലും ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കുമെന്നും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും നടക്കുന്നതെന്നും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ഇത്തവണ BJPക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ മഞ്ചേശ്വരം സീറ്റിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം BJPക്ക് കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി നേരെ കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും കാസർഗോഡും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ BJP, അതോടൊപ്പം തന്നെ IUML, UDF, അതോടൊപ്പം തന്നെ LDF തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അവിടുത്തെ സീറ്റിലും ഒരു കടുത്ത പോരാട്ടമായി മാറുകയും അവിടെ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ കാസർഗോഡ് UDFന് IUMLന് കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി ഉദുമയിലേക്ക് വരുമ്പോഴത്തേക്കും ഉദുമയിൽ നിലവിൽ അവിടെ ഇടതുപക്ഷമാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയെന്ന് വരാം. പക്ഷേ എന്തായാലും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം എന്തായാലും അവിടെ ഇടതുപക്ഷത്തിന് കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വോട്ട് ശതമാനം കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഇടതുപക്ഷത്തിന് അവിടെ നിലനിൽക്കുന്നത്. BJP വോട്ടുകളും അതോടൊപ്പം തന്നെ INC വോട്ടുകളും കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്നാലും അവിടെ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായി പോകുന്നത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ നിലവിൽ ഇടതുപക്ഷമാണ്. അവിടെ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത്. 2026 നിലവിൽ LDFൻ്റെ ഭരണത്തിലുള്ള LDF MLA ഉള്ള ഈ സ്ഥലത്ത് 2026 നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ എന്തായാലും ഇടതുപക്ഷത്തിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJPക്കും അതോടൊപ്പം തന്നെ UDFനും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു മുൻതൂക്കം കാണുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് ഉദുമയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാനായി പോകുന്നത്? തീർച്ചയായിട്ടും അവിടെയും ഇടതുപക്ഷമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ MLA എന്ന് പറയുന്നത്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് തന്നെയാണ് നിലവിൽ നേരിയ തോതിലുള്ള മുൻതൂക്കം. പക്ഷേ അവിടെ ഒരു കടുത്ത പോരാട്ടമായി മാറും, ഒരു ത്രികോണ പോരാട്ടമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ കൂടും, അതോടൊപ്പം തന്നെ INC വോട്ടുകൾ കൂടും, ഇടതുപക്ഷ വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരിയ തോതിലുള്ള മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും സീറ്റുകളുടെ കാര്യത്തിൽ
ഒരു സീറ്റിൽ BJPക്ക് വളരെ വലിയ തോതിൽ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു സീറ്റിൽ IUMLന് വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 സീറ്റിൽ ഇടതുപക്ഷത്തിന് വളരെ വലിയ തോതിലുള്ള വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ ഒരു കടുത്ത പോരാട്ടമായി മാറും. അതായത് ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലം സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് സർവേ ഫലം മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റ് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ 2 അല്ലെങ്കിൽ 3 സീറ്റുകൾ LDFന് നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. UDFന് അല്ലെങ്കിൽ IUMLന് ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഒരു സീറ്റ് നിലനിർത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. സർവേ റിസൾട്ട് മാത്രമാണ്. യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ എന്ത് തരം അട്ടിമറികളായിരിക്കും കാസർഗോഡ് ഈ 5 മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കാസർഗോഡ് പോലുള്ള സ്ഥലത്ത് BJPക്ക് ഈ പറയുന്ന തോതിൽ ഒരു അട്ടിമറി നടത്താനായിട്ട് സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് തരം മാറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? UDFന് സീറ്റുകൾ നിലനിർത്താൻ സാധിക്കുമോ? ഒരു അട്ടിമറി അവിടെ BJPക്ക് നടത്താൻ സാധിക്കുമോ? LDFന് സീറ്റുകൾ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.